നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അവന്തിക ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഇനിയിപ്പം അനിയന്റെ തന്റെ വിവാഹം വീട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷത്തിലായിരുന്നു അവന്തിക. പിന്നീടാണ് അബിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വന്ന് ജലജ പറയണേ. എടാ മോനെ, അനി അവന്തിക നമ്മളുടെ വിവാഹം നടത്താനായിട്ട് ഈ വീട്ടിലുള്ളവർ തീരുമാനിച്ചിരിക്കുക. നീ ഇത് വല്ലതും അറിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അമ്മയോട് ഇത് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേന്നോ? ദേ അവള് തന്നെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടക്കുന്നേ. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അഭി ജലജയോട് പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു. നല്ല കാര്യമോ? പിന്നല്ലാതെ. ഇപ്പൊ അവരാരാ? കമ്പനിയുടെ MD അല്ലേ? എനിക്കിത് നല്ല കാര്യമായിട്ടാ തോന്നുന്നത്. ജലജ പറഞ്ഞു, ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ നല്ലതാ. പക്ഷേങ്കിൽ അതിന് അനി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെ ആയിരിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു, ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആ ബന്ധത്തിന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കുമോ? അമ്മായി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ആ ബന്ധമൊന്നും നടക്കാൻ പോകുന്നില്ല. അനി അവന്തിക നമ്മളുടെ ബന്ധം നടക്കുവാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെ ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞു. ജഡ്ജ് പറഞ്ഞു, ഇങ്ങനെയൊരു നടന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു. പിന്നീട് നബിയുടെ അടുത്ത് വന്ന് അബി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നബി ഇങ്ങനെ മനസ്സിലോർത്തു, ഇതിനകത്ത് എന്തെങ്കിലും തരികട കാണുവോ? അവന്തികയാണ് ആള്. അവൾക്ക് കുറച്ച് മാറ്റം ഉണ്ടെന്നൊക്കെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം അത് പറയാൻ പറ്റില്ല. അബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം. നീ വരാനും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ അടുത്തേക്ക് നബിയനും കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. പിന്നീട് അവന്തിയോട് ചോദിച്ചു, എടി നിനക്ക് വേണ്ടി ഇവിടെ വലിയ കല്യാണാലോചനയൊക്കെ തകൃതിയായിട്ട് നടക്കുവാന്ന് അറിഞ്ഞല്ലോ, സത്യമാണോന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാല് ഇത് അബി എല്ലാരും കൂടെ ചേർന്ന് നടത്തിയൊരു പ്ലാനാണ്. അവന്തി എല്ലാരും കൂടെ നാഗേന്ദ്രൻ ഇതിനകത്ത് പങ്കുണ്ട്. പക്ഷേങ്കില് ഇപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് അബി താനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിലോട് സംസാരമാണ് സംസാരിക്കുന്നത്. കാരണം അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ തനിക്കറിയായിരുന്നു താനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ജലജയുടെ മുന്നിലാണെങ്കിലും നവ്യയുടെ മുന്നിലാണെങ്കിലും അഭി നന്നായിട്ട് അഭിനയിക്കുന്നത്. അവന്തിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, അതെ കല്യാണാലോചനയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല ആരാ ചെറുക്കൻ എന്ന് ചോദിച്ചു. അത് വേറെ ആരാ, അനിയേട്ടനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അനിയോ? എന്താടി നിനക്കെന്താ അവനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചു. അതെന്താ അഭിയേട്ട അങ്ങനെ പറഞ്ഞേ? അവനുണ്ടല്ലോ ആ നന്ദുവിന്റെ പിന്നാലെ, നിനക്കത് അറിയാൻ പാടില്ലേ? എന്നിട്ടാണോ നീ പറയണേ? അപ്പോഴേക്കും നവി പറഞ്ഞു, അതൊന്നും നടക്കില്ലാത്ത ബന്ധമാ. നന്ദു അനിയും തമ്മിൽ ഒരു ബന്ധം നടക്കില്ല. അതിന് എന്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ അവന്തി പറഞ്ഞു, നവേച്ചി എനിക്ക് എന്താണെങ്കിലും അനിയെ ഇഷ്ടമാ. അവനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാ. ഇനി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അനിയുമായിട്ടായിരിക്കും. നവീനന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് മുടങ്ങി കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന് മാറ്റം വരാൻ പോകുന്നില്ല. അബി പറഞ്ഞ് കണ്ടറിയണ ബന്ധം നടക്കുമെന്ന്. അത് കേട്ടപ്പോ നവി പറഞ്ഞു, എന്തുകൊണ്ട് നടന്നുകൂടാ? ഈ ബന്ധം നടക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ നവിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ മറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അബിക്കൊക്കെ സംശയം തോന്നുകയും ചെയ്യുമല്ലോ. ഈ സമയം അനിയോട് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അനി എന്ന് വിളിക്കാൻ തന്നെ ആദർശം നയനം തീരുമാനിച്ചു. അങ്ങനെ അനിയെ വിളിച്ചു. അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അനി, അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളേ. ഇത് കേട്ടിട്ട് നീ എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത്. എന്താ എടുത്തി എന്താന്ന് വെച്ചാൽ കാര്യം പറ. അത് പിന്നെ അവന്തിക ഉണ്ടല്ലോ, അവന്തികയുടെ വിവാഹം നവീനുമായിട്ടുള്ള മുടങ്ങിയല്ലോ. പിന്നെ ആ സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അവളുടെ മനസ്സിലേക്ക് ഒരാൾ കടന്നു വന്നേ, ഒരു ചെറുപ്പക്കാരൻ. അതാരാ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അത് നീ തന്നെയാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അവള് തന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാ. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ്ട് വീണ്ടും വീട്ടുകാരുടെ മുന്നേ മുഴുവൻ ഇതെടുത്തിട്ടിരിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവളത് മനസ്സിൽ കൊണ്ടു കിടക്കും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന. പക്ഷേങ്കിൽ അവളിങ്ങനെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുമെന്ന് വിചാരിച്ചില്ല. അനി പറഞ്ഞേ അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. നീ എന്താടാ ഇനി ഇങ്ങനെ പറയണേന്ന് ആദർശ് വെച്ചു. നിനക്കെന്താ അവളെ ഇഷ്ടമില്ലേ? അവള് നല്ല പെൺകുട്ടിയല്ലേ? ഈ പറയുന്ന അബിയുടെയോ അപ്പച്ചിയുടെ സ്വഭാവമൊന്നും അവൾക്കില്ല. പോരാത്തേന് നമ്മുടെ കുടുംബത്തോട് അവൾക്ക് നല്ല ആത്മാർത്ഥത ഉണ്ട് താനും. ആദർശേട്ടാ, എനിക്കിഷ്ടമില്ലാത്ത ബന്ധം അതെന്റെ തലയെ കെട്ടിയേൽപ്പിക്കാൻ നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ബന്ധം നടക്കാനും പോകുന്നില്ല. എടാ നീ എന്തൊക്കെയാ പറയണേ? അതെ
ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം ഇതിനു മുമ്പ് എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ തലയെ കെട്ടിവെച്ചായിരുന്നു അനാമികയുടെ. എന്നിട്ട് എന്തായി? ഒടുവിൽ ഡിവോഴ്സിന്റെ വക്കിൽ എത്തിക്കുകയല്ലേ കാര്യങ്ങള്. അതിന്റെ ഡിവോഴ്സ് പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്കുമാണ് അടുത്തത്. എന്നെ കൊണ്ട് പറ്റില്ല. എടാ, അതിന് മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് തോന്നേ. വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. നീ മാത്രം സമ്മതിച്ചാൽ മതി. അവള് നല്ല കുട്ടിയല്ലേ. ആരൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതും പറഞ്ഞ് അനി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ആദർശ് നയനയോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആന്ന് തോന്നേ. അതുകൊണ്ടാന്ന് തോന്നി ഇങ്ങനെയൊക്കെ പറയണേ. ആദർശ് പറഞ്ഞു, അതിന് ആ ബന്ധത്തിന് വീട്ടുകാർ സമ്മതിക്കുമോ? നിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? പിന്നെ ആ ബന്ധത്തിൽ ഇളയമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെ? ഞാൻ നോക്കിയിട്ട് അവന്തികയുടെ നല്ല സ്വഭാവമാണ്. അവർ രണ്ടുപേരും കൂടെ തമ്മിൽ നല്ല ജോഡിയായിരുന്നു. നയന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവനല്ലേ തീരുമാനം എടുക്കേണ്ട ആളെന്ന് പറഞ്ഞു. പിന്നീട് അനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അനിയുടെ അടുത്ത് ജാനകി എന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എടാ മോനെ, അവന്തികേനെ എനിക്കിഷ്ടമാണ്. നിന്റെ മുത്തശ്ശൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് വരെ നോക്കി നിൽക്കേണ്ട, അതിനു മുമ്പ് എൻഗേജ്മെന്റ് നടത്തി വെക്കാന്നാ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടന്നതിന് ശേഷം മതി കല്യാണം. അതിന്റെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നേ. അനി പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? അവന്തിയെ കല്യാണം കഴിക്കാനോ? ഞാൻ ഇന്നുവരെ അവളെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. എന്റെ മനസ്സിൽ അവൾക്കൊരു പെങ്ങളുടെ സ്ഥാനം. പെങ്ങളുടെ സ്ഥാനം നിന്റെ മുറപ്പെണ്ണ അവള്. ആ ഒരു ചിന്ത വേണം. പിന്നെ മുറപ്പെണ്ണ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് അവിടെ. മനുഷ്യ ഒരു സമാധാനം തരത്തില്ല. ഒരു കല്യാണത്തിന് കേടുതരായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ജാനകി പറഞ്ഞു, നിന്റെ മനസ്സിൽ അവളാ. ആ ബന്ധം ഒരിക്കലും നടക്കില്ലടാ. ആ മൊട്ടേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണെങ്കിൽ ഈ ജന്മം നടക്കില്ല. അത് നിന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞാൽ മതി. അമ്മ വെറുതെ അനാവശ്യം പറയണ്ട. നന്ദുവിന് ഞാൻ വിവാഹം കഴിച്ചാലും ഇല്ലേലും അവന്തി എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. അതിനും ആരും മനസ്സിലിട്ടോട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവന്തിയെ അങ്ങോട്ട് വന്നു. ജാനകിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിയെ കാര്യം തിരക്കുന്നുണ്ട്. അതിന് മോളെ, അവന് താല്പര്യം പറയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതെങ്ങനെയാ? അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ഉണ്ടോന്ന് പോലും സംശയമുണ്ട്. അത് കേട്ടിഞ്ഞപ്പോൾ അവന്തിക്ക് ടെൻഷനായി. അങ്ങനെ എന്തേലും ആണോ? അതുകൊണ്ടാണോ അനിയേട്ടൻ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കണേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നീട് അവന്തിക നേരെ അനിയുടെ അടുത്തേക്ക് വന്നു. അനിയുടെ അടുത്ത് ഒരു സത്യം പറ അനിയേട്ടാ, എന്തുകൊണ്ട് അനിയേട്ടൻ എന്നെ ഒഴിവാക്കുന്നേ? എനിക്ക് കാണാൻ സൗന്ദര്യം ഇല്ലേ? അതോ വിദ്യാഭ്യാസം ഇല്ലേ? ഇനിയിപ്പോൾ അനിയേട്ടൻ്റെ ഒപ്പം ചേരുന്നൊരു ബന്ധമല്ലെന്ന് തോന്നി കാണുമോ? അതുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു. നീ എന്താ അവന്തിക ഇങ്ങനെ പറയണേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്താ എന്നെ വേണ്ടെന്ന് അനിയേട്ടൻ വെക്കാൻ കാരണം എന്താ? എനിക്ക് റീസൺ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ എന്താണെങ്കിലും ആരെയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടന്നിട്ടില്ല. അതാവാലോ, ഡിവോഴ്സ് നടന്നതിന് ശേഷം മതി. സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ആര് വന്നാലായിരിക്കും ശരിയാവുന്നേ? അവളില്ലേ? ആ നന്ദു എന്ന് പറയുന്നവള്. ഇപ്പോഴും അനിയേട്ടൻ അവളുമായിട്ട് ബന്ധമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ അവള് കാരണമല്ലേ അനിയേട്ടൻ എന്നെ ഒഴിവാക്കുന്നേ? അനി പറഞ്ഞു, വെറുതെ നീ എഴുതാപ്പുറം വായിക്കണ്ട. എനിക്കറിയാം, ഇന്നും കൂടെ ഞാൻ കണ്ട നിങ്ങളുടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവളാണ് എല്ലാത്തിനും കാരണം. ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് വന്നവൾ അവള്. അവളുടെ വീട്ടുകാര് കണക്കാ, അവളും കണക്കാ. എനിക്കെല്ലാം മനസ്സിലായി. അനിയേട്ടൻ എന്നോട് ഇഷ്ടമില്ല. അവളൊറ്റൊരുത്തി കാരണമാ. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവളെല്ലോടും പോയി വിളിച്ചു പറയോ? അപ്പോഴേക്കും അവന് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്താണെങ്കിലും ഇത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയാൻ പോവാ. അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു എന്ന് പറയുന്നവളാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന്തിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അനി പിന്നീട് നന്ദുവിന് മെസ്സേജ് അയച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ പോയി കാണുന്ന സമയത്ത് അനി അവന്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് അനി പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. അവന്തിയെ ഞാനും തമ്മിൽ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ ബാക്കി അവന്തിക്കും എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷെ എനിക്ക് മാത്രം ഇഷ്ടമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അനി നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. ഒരു പക്ഷേ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കും. അനി പറഞ്ഞു, ആര് പറഞ്ഞു നിന്നോടിത്? എനിക്കറിയാം. അനി പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അനാമികയായിട്ടുള്ള വിവാഹം നടന്നോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഇനി അങ്ങനെ ഒരു കുടിക്കലേക്ക് ഞാൻ പോയി ചാടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ആരൊക്കെ എതിർച്ചാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് നന്ദുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.